നമസ്കാരം. ഇന്ന് വേദഗണിതത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. ഇന്ത്യയിലെ ഋഷിവര്യന്മാർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വേദങ്ങൾ ഉപയോഗിച്ച് ഗണിതശാസ്ത്രത്തിലെ വലിയ സമസ്യകൾ വളരെ സിമ്പിളായി സോൾവ് ചെയ്യുകയായിരുന്നു. പൂർണ്ണമായും മനുഷ്യൻ്റെ ബ്രെയിൻ പവർ കൂട്ടുക എന്നത് തന്നെയായിരുന്നു വേദിക് മാത്തമാറ്റിക്സിൻ്റെ അൾട്ടിമേറ്റായ എയിം. നമ്മൾ ജീവിക്കുന്നത് ഒരു ഇലക്ട്രോണിക്സ് യുഗത്തിലാണ്. ChatGPTയും AI-യും ജെമിനിയും പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ അപാരമായ കഴിവ് ഹ്യൂമൻ ബ്രെയിനിനുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വേദഗണിതം. നാം എല്ലാം കേട്ടിട്ടുണ്ട് ശകുന്തളാദേവിയെക്കുറിച്ച്. ശകുന്തളാദേവി എന്ന പ്രതിഭ അറിയപ്പെടുന്നത് തന്നെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാണ്. ശകുന്തളാദേവി ഗിന്നസ് ബുക്കിൽ കയറുന്നത് തന്നെ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ഹർ ബ്രെയിൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ സൂപ്പർ കമ്പ്യൂട്ടർ. മനുഷ്യൻ്റെ തലച്ചോറിന് സൂപ്പർ കമ്പ്യൂട്ടറുകളെക്കാളും വേഗതയുണ്ട് എന്നത് തന്നെയാണ് വേദഗണിതവും തെളിയിക്കുന്നത്. വേദഗണിതത്തിൽ പ്രധാനമായും 16 സൂത്രാസാണുള്ളത്. പൂർണ്ണമായും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം വിശ്വപ്രസിദ്ധമാണ്. ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരെ വേദഗണിതത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. ഗണിതശാസ്ത്രം എന്നും കുട്ടികളുടെ ലോജിക് പവർ കൂട്ടുന്നതിന് സഹായകമായ ഒരു ശാസ്ത്രമാണ്. അതിനാൽ തന്നെയാണ് മാത്തമാറ്റിക്സ് ഈസ് നോൺ ആസ് ദ ക്യൂൺ ഓഫ് സയൻസ്. Remember that it is at the same time the servants of all subjects. ഫിസിക്സിലും കെമിസ്ട്രിയിലും സുവോളജിയിലും ബോട്ടണിയിലും എല്ലാത്തിലും തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ഇൻ അവർ ഡെയിലി ലൈഫ് മാത്തമാറ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് വി കനോട്ട് ഡു എനിത്തിങ്. പൂർണ്ണമായും മനുഷ്യൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് തന്നെ വികസിപ്പിച്ചെടുക്കുന്ന അതിഗംഭീരമായ ഒരു ശാസ്ത്രശാഖ തന്നെയാണ് ഗണിതശാസ്ത്രം. ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശ്രീനിവാസ രാമാനുജൻ വളരെ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ. 1729 എന്ന നമ്പർ ശ്രീനിവാസ നമ്പർ എന്നറിയപ്പെടുന്നു. ആക്ച്വലി ഇറ്റ് ഈസ് ദ കാർ നമ്പർ ഓഫ് GH ഹാർഡി. GH ഹാർഡി എന്ന വളരെ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ്റെ കാർ നമ്പറായിരുന്നു 1729. പിന്നീട് ഇതിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ രാമാനുജൻ കണ്ടുപിടിക്കുകയും അതിനാൽ തന്നെ ഈ നമ്പർ പിന്നീട് രാമാനുജൻ നമ്പർ എന്ന പേരിൽ പ്രശസ്തമായി. ശകുന്തളാദേവിയും രാമാനുജനും ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്തരായ ഗണിതശാസ്ത്രജ്ഞരാണ്. കൂടാതെ വേദഗണിതം ലോകത്തിന് തന്നെ വെളിച്ചമായി മാറുകയായിരുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ChatGPTയും ജെമിനിയും ഒക്കെ തന്നെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശക്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പവറിനെക്കുറിച്ച് ഉള്ള മോഡേൺ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കുക, എപ്പോഴും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെക്കാൾ വേഗത കൂടിയതാണ് ഹ്യൂമൻ ബ്രെയിൻ. നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഹ്യൂമൻ ബ്രെയിൻ ഇപ്പോഴും പഠനങ്ങൾക്ക് വിധേയമാണ്. കൂടുതൽ ഈ മേഖലകളിൽ റിസർച്ചുകൾ നടന്നു വരുന്നുണ്ട്. ബ്രിട്ടീഷ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ തന്നെ വേദഗണിതത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. വേദഗണിതം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൂർണ്ണമായും വെജിറ്റേറിയൻസ് ആയവരായിരുന്നു നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാർ. അവർ അതിബുദ്ധിമാന്മാർ തന്നെയായിരുന്നു എന്നത് ഒരു സംശയവുമില്ലാതെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. വേദഗണിതം പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടികളുടെ ലോജിക് ബ്രെയിൻ, ലോജിക് പവർ, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എന്നിവ കൂട്ടുന്നതിന് സഹായകമായിരിക്കും. Thank you for listening. This is your Ramesh Amna signing out. Have a nice day.